ദ ഫെയ്ത്ത് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ക്രിസ്തുവിൻ ഉള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ വിശ്വാസം. ക്രിസ്തുവിന് പിതാവിനോട് എന്തുമാത്രം വിശ്വാസമുണ്ടായിരുന്നുവോ അത്ര വിശ്വാസം നമ്മളിലോട്ട് ഇട്ട് തരികയാണ്. അത് നമ്മുടെ നാവുകൊണ്ട് പറഞ്ഞു പിടിപ്പിക്കാൻ എളുപ്പമല്ല. പുത്രനാം ദൈവം പിതാവാം ദൈവത്തെ കണ്ട ഒരേ ഒരാൾ പുത്രനാണ്. അപ്പോൾ പിതാവിനെ കണ്ടവരാരോ ഇല്ലെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. പക്ഷെ കണ്ട ഒരാളില്ല, അത് പുത്രനാണ്. ഈ പുത്രന് പിതാവിനെക്കുറിച്ച് നന്നായിട്ടറിയാം, അപ്പനെ നന്നായിട്ടറിയാം. അപ്പോൾ ഈ യേശു എവിടെയെങ്കിലും വന്ന് പ്രവർത്തിക്കണമെങ്കിൽ പിതാവിൻ്റെ വിശ്വസ്തത അല്ലെങ്കിൽ ആ ബലത്തിലാണ് യേശു വരുന്നതെങ്കിൽ അവിടെ കാര്യം നടന്നേ ഒക്കത്തുള്ളൂ. അതൊരു വലിയ ഫെയ്ത്താണ്. കാരണം സ്വർഗത്തിലെ പിതാവിൻ്റെ അതേ സ്വഭാവം യേശുവിലുള്ളതിനാൽ പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. നമുക്ക് അത്രയും ഫെയ്ത്ത് ഇല്ല. ആ ഫെയ്ത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചഞ്ചലിക്കുന്നു, വേവറിങ് എന്ന് പറയുന്നത്. ചഞ്ചലിക്കുന്നതിന് ഒരു ഗുണവും ഇല്ല. ഫെയ്ത്ത് ചഞ്ചലിച്ച് അവിശ്വാസമുള്ള ഹൃദയം പാപമാണെന്ന് പറഞ്ഞു. ദുഷ്ടഹൃദയം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടാണ് ഈ ഫെയ്ത്തിലോട്ട് കയറ്റിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഫെയ്ത്തിനകത്ത് ദൈവത്തിൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച വചനങ്ങൾ കൊണ്ടോ അല്ലെ ഞാൻ പ്രസംഗം കേട്ടതുകൊണ്ടോ മറ്റുള്ളവർ പറഞ്ഞു തന്നതുകൊണ്ടോ ഒന്നുമല്ല. അതെല്ലാം പ്രയോഗിച്ച് എല്ലാം വെച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ കാര്യത്തിന് വിടുതൽ കിട്ടുന്നില്ല എന്ന് മനസ്സിലാകുമ്പം നമ്മൾ നിലവിളിക്കാൻ തുടങ്ങും. ദൈവമേ, പഠിച്ചത് മുഴുവൻ തീർന്നു, ഇനി എങ്ങനെയാണ് ഈ വിഷയത്തിന് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. മെയിനായിട്ട് എക്സാമ്പിൾ, ഒരു അമ്മയ്ക്കൊരു മകനുണ്ടെന്നിരിക്കണം. ഞാൻ ഈ കുടുംബത്തെ ജീവിതത്തെക്കുറിച്ചാണല്ലോ എടുക്കുന്നത്. അവിടെ ഡിവോഴ്സ് നടക്കുന്നു, അല്ലെങ്കിൽ മകന് കള്ള് കുടിച്ചിട്ട് ഡ്രഗ് അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മയുടെ ഒന്ന് കാശെടുത്തോണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അമ്മമാർ പറയുന്നത് എന്തുവാണ്? ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. കറക്റ്റല്ലേ? ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കാവുന്ന? മറ്റുള്ളവർ ആരോപണം, അവരുടെ മോൻ ചൊവ്വല്ല, അവർ കള്ളുകൂടിയനാണ്, അവൻ വന്നിട്ടുണ്ട് അമ്മയുടെ കാശെടുക്കുക, ഇതെല്ലാം നമ്മൾ പറയുന്നത്. പക്ഷെ ദൈവം അങ്ങനെ പറയൂല. യേശു അങ്ങനെയല്ല കാണുന്നത്. ക്രിസ്തുവിന് കള്ളു കുടിക്കുന്ന വൈതലും ദൈവത്തിന് ഇഷ്ടമാണ്. പിതാവിന് ഇഷ്ടമുള്ളതിനാൽ പിതാവിൻ്റെ അതേ സ്നേഹത്തിലാണ് യേശു കടന്നു വരുന്നതെങ്കിൽ കർത്താവ് അവനെ കാണുമ്പോൾ കള്ളുകൂടി മാറും, കള്ളുകൂടി ഇല്ലാതാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് the faith of Jesus Christ is very important. Faith in me, the faith that is in me എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 26:10. എന്നിലുള്ള വിശ്വാസം ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ ചോദിക്കാതെ തരത്തില്ല. when you are near the end of your faith, your resources, അതായത് എൻ്റെ ഫെയ്ത്തും എൻ്റെ കഴിവും എൻ്റെ എല്ലാ പ്രാപ്തിയും തീർന്നു കഴിയുമ്പം വി ആർ ജസ്റ്റ് അറ്റ് ദി ഓപ്പണിംഗ് ഓഫ് ദ ന്യൂ ഡോർ. പുതിയ വാതിൽ അങ്ങോട്ട് തുറക്കുകയാണ്. അതെന്താ? ക്രിസ്തുവിൻ്റെ ഫെയ്ത്ത് ഇട്ട് തരിക. അല്ലെങ്കിൽ എനിക്കിനി മുമ്പോട്ട് പോകാനൊക്കത്തില്ലല്ലോ, ആ വാതിൽ അടഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇനി ചെയ്യുന്നത് യേശുവാണ്. ഇറ്റ് ഈസ് വെൻ വി ആർ അറ്റ് ദി എൻഡ് ഓഫ് അവർ ഓൺ that we can enter into the riches of God's resources. It is when we possess nothing that we can possess all things. എനിക്കിനി ഒന്നുമില്ല, എനിക്കിതിനൊരു ഉത്തരമേ ഇല്ല. അപ്പോഴാണ് ദൈവം സ്വർഗത്തിലെ ഭണ്ഡാരം അങ്ങോട്ട് തോന്നിട്ട് പുതിയ വഴി. അത് എക്സാമ്പിളാണ്. ചെങ്കടലിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനത നിൽക്കുകയാണ്. പുറകിലെ ശത്രു, മുൻപിലെ ചെങ്കടൽ, രണ്ട് സൈഡിലും മലകൾ. ഒന്നും ഇനി ചെയ്യാനില്ല, ഒന്നും എന്നെ ആളുകളാണ് മോശ കൊല്ലാൻ റെഡിയാണ്, കാരണം ചത്തുപോകുന്ന ഷുവറാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും നടക്കാത്തതായ ചെങ്കടൽ വെള്ളം രണ്ടായിട്ട് പിളർന്നു. ഇസ്രായേൽ ജനത മുഴുവനും ആ വെള്ളത്തിൻ്റെ നടുക്കുകൂടി ഉണങ്ങിയ നിലത്തൂടെ അപ്പുറത്ത് കടന്നു. എന്നാൽ അതേ വെള്ളം ശത്രുവിനെ വിഴുങ്ങിക്കളഞ്ഞു. ഇതാണ് വിശ്വാസം. യേശു വന്ന് അവൻ്റെ വിശ്വാസം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മളെ ദൈവം രക്ഷിക്കും, എത്തേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്യും. പക്ഷെ ദുഷ്ടനെ ദൈവം കൊല്ലുക തന്നെ ചെയ്യും. ദുഷ്ടനെ കൊല്ലുക എന്ന് പിശാചിനെയാണോ മനുഷ്യനെയാണോ എന്നുള്ളത് എത്രമാത്രം സ്വാധീനം പിശാചിന് മനുഷ്യരിലുണ്ടെന്ന് ആശ്രയിച്ചിരിക്കും. മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഓരോന്നും ദൈവമാണ് തൂക്കി നോക്കുന്നത്. അത് വ്യക്തികളാണോ നശിക്കുന്നത്, പിശാചാണോ നശിക്കുന്നതെന്ന്, നശിച്ചു പോകുന്നതെന്ന്, അല്ലെങ്കിൽ ദുഷ്ടനാണോ എന്നുള്ളത് അവനവൻ്റെ അനുഭവങ്ങളിൽ അറിയാവുന്നവർക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ കിടക്കുന്നില്ല. ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് മേക്സ് യു സ്റ്റാൻഡ് എലോൺ
അതായത് യേശുവിൻ്റെ വിശ്വാസം വരുമ്പോഴത്തേക്ക് ഒരു പവർ ഇങ്ങോട്ട് കയറി വരികയാണ്. യു ആർ ബാപ്റ്റൈസ്ഡ്, അതായത് ഞാൻ അവനെ ധരിച്ചു കഴിഞ്ഞു. ഇനി വെള്ളത്തിൻ്റെ അടിയിൽ ബാപ്റ്റിസം എടുക്കുന്ന പോലെ ഞാൻ അവനിലങ്ങ് നിറഞ്ഞ്, അതായത് അവൻ എൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ ക്രിസ്തു ഇങ്ങനെ ഒരു വെള്ളമായിട്ട് നിൽക്കുക, വെള്ളത്തിൻ്റെ അടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നെ ഇനിയും പിശാചും കാണത്തില്ല, ദുഷ്ടനും കാണത്തില്ല, ശത്രു കാണത്തില്ല. ഷുവറാണത്. കാരണം ഞാൻ യേശുവിൽ മറഞ്ഞുപോയി, എന്നിലുള്ള വിശ്വാസം തീർന്നുപോയി. ഇനിയും പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ വിശ്വാസം. ഈ യേശുവിൻ്റെ വിശ്വാസത്തിൽ നടക്കുമ്പോൾ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മൾ ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അറിയാവുന്ന വചനത്തിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മൾ നെടുവീർത്തുവിട്ടിരിക്കും. എങ്ങനെയാണെങ്കിലും കമന്ന് കിടന്ന് പ്രാർത്ഥിക്കും. ഈ എബ്രഹാമൊക്കെ നിലത്തോട്ട് കിടന്ന്, മോശ ഭൂമിയോളം നിലന്ന് കിടന്ന് പ്രാർത്ഥിച്ചെന്ന്. അതൊക്കെ ദൈവം കേൾക്കുകയാണ് എല്ലാം. ആ ഒരു അനുഭവം വരുമ്പോഴത്തേക്ക് നമ്മൾ തലം മാറുകയാണ്. നമ്മുടെ റലം മാറിക്കഴിഞ്ഞു. അത് മാറിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മൾ അന്യഭാഷയിലായിരിക്കാം, ചിലപ്പം പാട്ടായിരിക്കും, ചിലപ്പോൾ ഡാൻസ് ചെയ്യായിരിക്കും. എന്താണെന്നറിയത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. പക്ഷെ എന്താണേലും അത് വരുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ ഉൾക്കൊള്ളാനൊക്കത്തില്ല, ചുറ്റുപാടുമുള്ളവർക്ക് നമ്മളെ ഉൾക്കൊള്ളാനൊക്കത്തില്ല. ബിക്കോസ് അവർക്ക് അറിയാൻ വയ്യാത്തൊരു ഫീൽഡാണിത്. അവരെ കുറ്റം വേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം ഒറ്റയായിട്ട് നിൽക്കേണ്ടി വന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. ഒരു ചോദ്യമാണ്, വിൽ യു? അതിൽ ഒരു സ്ത്രീയെ, മിസ്സസ് വെല്ലാക്ക് എന്ന് പറഞ്ഞൊരു സ്ത്രീയെ, സ്മിത്ത് വിഗിൾസ്മിത്താണ് ഈ ഫെയ്ത്തിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത്. ആ സ്ത്രീയെ അവരുടെ ഭർത്താവ് ഒരു ചർച്ചിലെ ഡീക്കനായിരുന്നു. ഡീക്കൻ എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റോ അല്ലെങ്കിൽ അവിടുത്തെ ബിഷപ്പോ അല്ലെങ്കിൽ പാസ്റ്ററോ ഇല്ലാത്തപ്പം അടുത്തായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഡീക്കൻ. വചനം നന്നായിട്ട് അറിയാവുന്നവർ. ആ മനുഷ്യൻ പള്ളിയിൽ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഒരു ദിവസം ഈ മിസ്സസ് വെല്ലാക്കിന്, അതായത് ഭാര്യയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് അന്യഭാഷ തുടങ്ങി. അപ്പോൾ ഈ ചർച്ച് അന്യഭാഷയിൽ വിശ്വസിക്കുന്നതല്ല. അതോടുകൂടി ആ സ്ത്രീയെ ചർച്ചയിൽ നിന്ന് മാറ്റി ആ മനുഷ്യൻ, ഭർത്താവ്, ഈ സ്ത്രീയെ വേണ്ടെന്നും വെച്ച്. എങ്ങനെയുണ്ട് വിശ്വാസവീരം? ഭർത്താവ് പറഞ്ഞു, ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല, അതിനാൽ എനിക്കിത് വേണ്ട. അങ്ങനെ ആ മനുഷ്യൻ സ്ത്രീയുടെ വീട്ടിൽ വരുന്നത് നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ സ്മിത്ത് അവിടെ ചെല്ലുന്നു, ലണ്ടനിൽ ചെല്ലുന്നിട്ട് ഈ മനുഷ്യൻ്റെ വീട്ടിൽ ചെല്ലാൻ പരിശുദ്ധാത്മാ നിയോഗിച്ച് അവിടെ ചെല്ലുമ്പോൾ അയാൾ അവിടെ ഇല്ല. അപ്പോൾ മിസ്സസ് വെല്ലാക്കിനോട് ചോദിക്കുന്നു, എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, കയറി വാ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. കയറി വന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ്, ഇങ്ങനെയാണ് സംഭവിച്ചത്. അദ്ദേഹം ഡീക്കനാണ്, എനിക്ക് അന്യഭാഷാപരം വന്നതോടുകൂടി അദ്ദേഹം എന്നോടും മിണ്ടുന്നില്ല, ചർച്ച് എന്നെ പുറത്തുവാക്കിയെന്ന് പറഞ്ഞു. ശരി, അപ്പം അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം സ്മിത്ത് വിഗിൾസ്മിത്തും ഈ മിസ്സസ് വെല്ലാക്കും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവരിൽ അന്യഭാഷ വന്നു, ഇവർ പരിശുദ്ധാത്മാ നിറഞ്ഞിട്ട് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്മിത്ത് പറഞ്ഞു, നിർത്തേന്ന് പറഞ്ഞു. നിർത്തിയേച്ച് പറഞ്ഞു, എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ്, ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അന്യഭാഷ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണെന്ന്? ശരി, അത്ര ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദ മാറ്റർ ഈസ് ഇൻ യുവർ ഹാൻഡ്. ഈ വിഷയം നിൻ്റെ കയ്യിലാണ്. നിനക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, തീർത്തും വേണമെന്ന്. അപ്പോൾ നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, അയാൾ വരത്തില്ലെന്നുള്ള ഷുവറാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്മിത്ത് പറഞ്ഞു, ഇല്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അവർ രണ്ടുപേരും കൂടെ വീണ്ടും പ്രാർത്ഥിച്ചു. അയാൾ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് വീട്ടിൽ തിരിച്ചു വന്നേ ഒക്കത്തുള്ളൂ, എനിക്ക് ആ മനുഷ്യനെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ സ്മിത്ത് അത് കഴിഞ്ഞിട്ട് പോയി. കുറച്ച് ഒരു മാസം കഴിയുമ്പോൾ അവിടെ കാണുമ്പോൾ ചോദിച്ചപ്പം പറഞ്ഞത് എന്താണ്? ആ മനുഷ്യൻ അന്ന് രാത്രി തന്നെ തിരിച്ചു വന്നിട്ട് ആ മനുഷ്യൻ ഇവരുടെ കൂടെ പ്രാർത്ഥിച്ചൊന്നും ഇല്ല, വീട്ടിൽ കയറാതെ മനുഷ്യനാണ്, അയാൾ പോയി കിടന്നുറങ്ങി. ഈ സ്ത്രീ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ ബെട്ടിൻ്റെ അടുക്ക് ചെന്ന് അയാളുടെ ദേഹത്തോട്ടൊന്ന് തൊട്ടതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ആ മനുഷ്യനിൽ കയറുന്നിട്ട് ആ മനുഷ്യനിൽ രൂപാന്തരം വന്നു. അന്ന് തൊട്ട് അവർ രണ്ടുപേരും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങിത്തിരിച്ചു. ആരാ പ്രവർത്തിച്ചത്? ദൈവത്തിൻ്റെ. പരിശുദ്ധാത്മാവ് വരുമ്പം പലതും സംഭവിക്കും, അതിലൊന്നും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഐക്യതയുടെ ആത്മാവ് ഇട്ട് തരണമെങ്കിലും പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ പെൺമക്കൾ, പല അമ്മമാരും വിളിച്ച് പറയും, പെൺമക്കൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ വിശ്വാസികളല്ലാത്തവരോട് ഇറങ്ങിപ്പോന്നു. മാഡം പ്രാർത്ഥിച്ചോണേ എന്നോട് പലരും വിളിച്ചു പറയാറുള്ള സത്യം. പക്ഷെ ഐ ആം ടെല്ലിങ് യു, when the Spirit of God prays through you, you will find God will grant your desire. എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന. സ്വന്തം കഴിവിലല്ല, ദൈവത്തിൻ്റെ ആത്മാവെന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു പോയിരിക്കുന്ന മകള് എവിടെ പോയിരിക്കുന്നു? എവിടെ മക്കൾ? ടേൺ അറൗണ്ട്, തിരിച്ചിവിടെ വരാമെന്ന് വിളിച്ച് പറയുന്നു. അവർ തിരിച്ചു വരും.
തിരിച്ചു വരാതിരിക്കത്തില്ല. ദ പവർ ഓഫ് ഗോഡ് ഈസ് ബിയോണ്ട് ഓൾ അവർ കൺസെപ്ഷൻ. അതായത് എനിക്ക് ദൈവത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. അപ്പം അവർ ഫെയ്ത്ത് ആൻഡ് ദ ഫെയ്ത്ത് ഓഫ് ലോർഡ് ജീസസ് ആർ ടു തിങ്സ്. ദ ഫെയ്ത്ത് ഓഫ് ലോർഡ് ജീസസ് ഈസ് നീഡഡ് വെൻ വി റിയലി കനോട്ട് ഡു എനിത്തിങ്. അന്നേരമാണ് നമ്മൾ പറയുന്നത് അവർ ഫെയ്ത്ത് മേ ഗെറ്റ് ടു എ പ്ലേസ് വെയർ ഇറ്റ് വേവേഴ്സ് ബട്ട് ജീസസ് ഫെയ്ത്ത് നെവർ വേവേഴ്സ്. കർത്താവിൻ്റെ വിശ്വാസം ഇട്ട് തരുമ്പം എനിക്ക് പിന്നെ സംശയമില്ല. ആളുകൾ എന്ത് പറഞ്ഞോട്ടെ എനിക്ക് പ്രശ്നമില്ല. ഇടതും വലതും കാറ്റടിച്ചോട്ടെ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഉറച്ച പാറയിലാണ് നിൽക്കുന്നത്. അതാണ് യേശുവിൻ്റെ ഫെയ്ത്ത്. എത്ര പേർക്കുണ്ട്? എത്ര പേർക്ക് വേണം? നമ്മളെല്ലാം സമൂഹത്തിൽ എന്നെ ആളുകൾ ഉൾക്കൊള്ളണം, അവരെന്നെ നന്നായിട്ട് കാണണം, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കത്തില്ല. ദൈവമേ, ഈ പുറമേ കാണുന്ന എല്ലാം ചപ്പും ചവറും എന്ന് എണ്ണി നിനക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ വേറൊരു തരത്തിൽ ഉപയോഗിക്കും. അതവൻ്റെ വിശ്വസ്തതയാണ്. കടന്നു പോവാ ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു മാറ്റുന്നു. ഹാവ് യു ഗോട്ട് ദിസ് ഫെയ്ത്ത് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇതൊരു പ്രത്യേക ഫെയ്ത്താണ്. ആ ഫെയ്ത്ത് നമ്മളിലേക്ക് ദൈവം എപ്പിട്ട് തരട്ടെ. അതിപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വയ കഴിവുകളുള്ള, അറിവിലുള്ള, വചനം പഠിച്ചിട്ടുള്ള, കേട്ടിട്ടുള്ള, സഭകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള, ചർച്ചയിൽ നിന്ന് ഈ വിശ്വാസം കൊണ്ട് ഒന്നും ചില കാര്യങ്ങൾ നേടുന്നില്ല. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ വിശ്വാസക്കുറവാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾക്കറിയാവുന്ന എല്ലാം ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ഒന്നേ ഉള്ളൂ, താവേ, നിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് ഇട്ട് തരണം. എന്ത് റിസ്ക് വന്നാലും അത് ആവശ്യമുണ്ട്. കാരണം കാര്യം വലുതാണ്, കാര്യം പ്രാപിച്ചെടുക്കേണ്ടതാണ്. എൻ്റെ കുടുംബത്തിന് നിലനിൽപ്പിന് ഇത് അത്യാവശ്യമാകിയാൽ നിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നേ വെക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ വരുമ്പോൾ ചുറ്റുപാടുള്ളവർ നമ്മളെ മാനിച്ചില്ലെന്ന് വരും. അവിടെ അല്ലല്ലോ പ്രസക്തി. നാഥൻ്റെ ശബ്ദം കേട്ടിട്ട് നീ എന്താണ് പറയുന്നതെന്ന് വിചാരിച്ച് അത് തലമുറകളിലേക്ക് പാസ് ചെയ്യേണ്ടി. ഇപ്പം കർത്താവിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് ഇട്ടു തരണമേ നാഥ. നീ കൈ ഉയർത്തി പിതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ലാസറസ് എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞു കംഫോർത്ത് എന്ന് വിളിച്ചപ്പോൾ മരിച്ച് നാറ്റം വെച്ച ലാസറസ് 4-ാം ദിവസമായവൻ, നാറ്റം വെച്ചവൻ പുറത്തിറങ്ങി വന്നെങ്കിൽ അതേപോലെയുള്ള ജീവിച്ച് മരിച്ചു നടക്കുന്ന മനുഷ്യരുണ്ട് കർത്താവേ. ദൈവത്തിൻ്റെ സത്യം എന്തെന്നറിയാതെ ആ മഹദിയം ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ നശിച്ചു നടക്കുന്ന ഒരു ജനതയുണ്ട്. അവരുടെ മുമ്പിലേക്കാണ് നിൻ്റെ വചനം കൊണ്ട് ചെല്ലേണ്ടത്. കർത്താവിൻ്റെ വചനമില്ലാതെ പോയാൽ ദുഷ്ടശക്തി നമ്മളെ വെച്ചേക്കത്തില്ല. അതുകൊണ്ട് നിന്നോട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ വിശ്വാസം, പുത്രന് പിതാവിലുള്ള വിശ്വാസം ഞങ്ങൾക്കിട്ട് തരണമേ. അങ്ങനെ ഞങ്ങൾ കടന്നു വരുന്നത് നിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിഷയം ഏറ്റെടുത്തിട്ട് പ്രശ്നങ്ങൾക്ക് ഉത്തരം തരുന്നതിന് സ്തോത്രം. അതിൻ്റെ കയ്യിലേക്ക് വിഷയം ഏൽപ്പിക്കുന്നു. ഭർത്താക്കന്മാർ മാറി നിൽക്കുന്നവർ തിരിച്ചു വരുന്നു. ഡിവോഴ്സ് ക്യാൻസൽ ചെയ്യുന്നു. ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹം ഇട്ട് കൊടുക്കുന്നു. മക്കളെ ദൈവാത്മാവിൽ കടന്നു വന്ന് ബുദ്ധിയുള്ളവർ ജ്ഞാനമുള്ളവരായി മാറുന്നു. ആൺമക്കൾ കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. പെൺമക്കൾ ദൈവത്തിൻ്റെ ഭയത്തിലേക്ക് കടന്നു വന്ന് വീട്ടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളിയാകുന്നു. ഞങ്ങളുടെ കൊച്ചുമക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളാകുന്നു. കർത്താവെ, സിയോനിൽ നിന്ന് നീ അവരെ കൈയുയർത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. മക്കളുടെ മക്കളെയും കാണുവാനുള്ള വരം ഇതാ അയച്ചു തന്നിരിക്കുന്നു. അത് പ്രാപിച്ചെടുത്തിരിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.